ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വൊക്കാബുലറി സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് മുമ്പ് അടയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന വൊക്കാബുലറി സീരീസ് ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യം മുതലേ തുടങ്ങുകയാണ് കേട്ടോ വൊക്കാബുലറി സീരീസ്. ഓൾറെഡി പഠിപ്പിച്ചുള്ളതായിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. അറിയുന്ന ആൾക്കാർ റിവിഷനായിട്ട് കാണുക, അല്ലാത്തവർ കറക്റ്റായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സെഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇഡിയംസ് ഉണ്ട്, പിന്നെ സിനണിംസ് ഉണ്ട്, അതേപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ്, വേഗം നമുക്ക് തീർക്കാം. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന്റെ മീനിങ്? എന്തായിരിക്കും? ഡോഗ് ഡോഗിനെ തന്നെ കഴിക്കുക അല്ലെ എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റിറ്റീവ് ആണ്, അത്രയും കോമ്പറ്റിറ്റീവ് ആണെന്നുള്ള മീനിങ് ആണ്. റൂത്ത്ലെസ്ലി കോമ്പറ്റിറ്റീവ്. എന്താണ് റൂത്ത്ലെസ്ലി കോമ്പറ്റിറ്റീവ്? ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ റൂത്ത്ലെസ്ലി കോമ്പറ്റിറ്റീവ്. ഓക്കെ, അടുത്ത് നോക്കാം. ബി ഓൺ ദി ബ്രെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേഗം ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ബി ഓൺ ദി ബ്രെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു എന്താ പറയാ, ആ ഒരു ബ്രെഡ് ലൈനിലാണ് നമ്മൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് അധികം പൈസയൊന്നുമില്ല, നമ്മൾ വളരെ പുവർ ആണ്. ടു ബി വെരി പുവർ എന്നുള്ള മീനിങ് ആണ് ബി ഓൺ ദി ബ്രെഡ് ലൈൻ കേട്ടോ. ബി ഓൺ ദി ബ്രെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ടു ബി വെരി പുവർ ആണ്. അടുത്ത് നോക്കാം, മിൽക്ക് ആൻഡ് വാട്ടർ. മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പാലില് വെള്ളം ചേർക്കുക എന്നൊക്കെ പറയില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിൽ നമ്മൾ എന്താ പറയാ, വെള്ളം ചേർക്കുക അല്ലെങ്കിൽ മായം ചേർക്കുക. ലാക്കിംഗ് ദി വിൽ ഓർ എബിലിറ്റി കേട്ടോ. നമ്മുടെ വില്ല് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റിയിലൊക്കെ എന്താ പറയാ, കുറവ് വരിക, ലാക്ക് ചെയ്യുക. ലാക്കിംഗ് ദി വിൽ ഓർ എബിലിറ്റി ആണ് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത് നോക്കാം നാലാമത്തെ, ദ സോൾട്ട് ഓഫ് ദി എർത്ത്. എന്താണ് സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ? വേഗം ആൻസർ പറഞ്ഞാൽ. സോൾട്ട് ഓഫ് ദി എർത്ത്, എർത്തിലെ സോൾട്ട് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ് അല്ലെങ്കിൽ കൈൻഡ് ആണ് കേട്ടോ. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒന്നിനെയാണ് സോൾട്ട് ഓഫ് ദി എർത്ത്. ഓക്കെ, ഓണസ്റ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. SSC ലെവലുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും HCAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അടുത്ത് നോക്കാം, പോയിന്റ് ബ്ലാങ്ക്. പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ബ്ലാങ്ക് പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വെരി ഡെഫിനറ്റ് ആൻഡ് ഡയറക്റ്റ് ആണ്. അതായത് കറക്റ്റ് ആ പോയിന്റിലേക്ക് അല്ലെ, കറക്റ്റ് ആ പോയിന്റ് പറയാ, വളരെ ഡെഫിനറ്റ് ആയിട്ടും വളരെ ഡയറക്റ്റ് ആയിട്ടും ആ ഒരു പോയിന്റിലേക്ക് എത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പോയിന്റ് ബ്ലാങ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അഞ്ചെണ്ണം ഒന്നും കൂടെ നോക്കാം. ആദ്യത്തെ ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് അല്ലെ, റൂത്ത്ലെസ്ലി കോമ്പറ്റീറ്റീവ്. പിന്നെ ബി ഓൺ ദി ബ്രെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടു ബി വെരി പുവർ ആണ്. മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കുക നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ കഴിവൊക്കെ കുറയെ അല്ലെങ്കിൽ അതിനകത്ത് ലാക്ക് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒന്നാണ്. പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വെരി ഡെഫിനറ്റ് ആൻഡ് ഡയറക്റ്റ് ആണ്. ഓക്കെ, കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത സിനണിംസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് കോർപ്പുലന്റ്. കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പുലന്റ്. ഓക്കെ, കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ ഓരോ നോക്കുകയാണ്. ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ തിന്നായിട്ടുള്ള അല്ലെ, ലീൻ ആയിട്ടിരിക്കുന്ന ഒരാളെന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ തന്നെ ഗോണ്ട് എന്ന് പറഞ്ഞാലും വളരെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്കിന്നി ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാലും തിന്നായിട്ടുള്ള കേട്ടോ. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ തിന്നായിട്ടുള്ള എന്നുള്ളൊരു മീനിങ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലീൻ ആണെങ്കിലും ഗോണ്ട് ആണെങ്കിലും ഇമാസിയേറ്റഡ് ആണെങ്കിലും ഏതാണ്ട് സെയിം മീനിങ് വരുന്ന വാക്കുകളാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? ഒബീസ് ആണ്. ഒബീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റ് ആണ് കേട്ടോ. ഒബീസിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഫാറ്റ് ആണ് ഒബീസ് എന്ന് പറഞ്ഞാൽ. കിട്ടിയല്ലോ. അപ്പൊ കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ ഒബീസ് ആണ്. അടുത്തത് കാനി ആണ്. കാനി. കാനി എന്ന് പറഞ്ഞാൽ വളരെ ക്ലെവർ ആയിട്ടുള്ള അല്ലെ, തന്ത്രശാലിയായിട്ടുള്ള. കാനി, കണ്ണിങ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാലോ അല്ലെ. കണ്ണിങ്ങിന്റെ അത് CUNN എന്നുള്ള രീതിയിൽ കണ്ണിങ്ങിന്റെ അത് കേട്ടോ. അതേപോലെ കാനി എന്ന് പറഞ്ഞാൽ കണ്ണിങ് ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. മീൻസ് വാട്ട്? ക്ലെവർ ആണ് അല്ലെ, ക്ലെവർ ആണ്. അടുത്ത് നോക്കാം, ലാമന്റ്. ലാമന്റ് ചെയ്യാന്ന് പറഞ്ഞാല് കംപ്ലെയിൻ ചെയ്യുക. ഓക്കെ, കംപ്ലെയിൻ ചെയ്യുക, കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ കംപ്ലെയിൻ ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ലാമന്റ്. ലാമന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലെയിൻ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് എബ്രോഗേറ്റ്. എബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ എബോളിഷ് ചെയ്യുക. എബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എബോളിഷ് ചെയ്യുക. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എബ്രോഗേറ്റ് നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാ, എ ബ്രോ ഗേറ്റിന്റെ അവിടെ നിന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. എബ്രോഗേറ്റ്. ഓക്കെ, എ ബ്രോ ഗേറ്റിന്റെ അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾ അവിടെ നിന്ന്
അബോളിഷ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ എബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ അബോളിഷ് ചെയ്യുക കേട്ടോ, അബോളിഷ് ചെയ്യുക. അടുത്തത് ഫൊറേ. ഫൊറേ എന്ന് പറഞ്ഞാല് അറിയാവോ? ഫൊറേ ഫൊറേ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാന്നൊക്കെ ഒരു മീനിങ്, അല്ലെങ്കിൽ മെറൗഡ് എന്ന് പറയാം കേട്ടോ. മെറൗഡ് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്റ്റീൽ ചെയ്യുക, കള്ളന്മാരൊക്കെ ഇങ്ങനെ സ്റ്റീൽ ചെയ്ത് പോവുക, അതിനൊക്കെ നമുക്ക് മെറൗഡ് എന്ന് പറയാം. മെറൗഡിനകത്ത് തന്നെ ഒരു റൗഡ് ഉണ്ടല്ലോ, റൗഡി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ അല്ലെ? അപ്പൊ റൗഡിയൊക്കെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ ഓർക്കാലോ. ഫൊറേ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്? റൗഡിയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ മെറൗഡ്, ഫൊറേ. ഓക്കെ, അപ്പൊ അഞ്ചെണ്ണം നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാ പറഞ്ഞേ? കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ ഒബീസ് ആണ്. കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആണ് അല്ലെ, ഒബീസ് ആണ്. പിന്നെന്താ പറഞ്ഞ? ക്യാനി. ക്യാനി എന്ന് പറഞ്ഞാൽ കണ്ണിങ് ആയിട്ട് ഓർക്കാൻ, വളരെ ക്ലെവർ. പിന്നെ പറഞ്ഞത് ലാമന്റ്. ലാമന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലെയിൻ ചെയ്യുക അല്ലെ, കംപ്ലെയിൻ ചെയ്യുക. പിന്നെ എബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അബോളിഷ് ചെയ്യുക. പിന്നെ ഫൊറേ. ഫൊറേ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ മെറൗഡ് എന്ന് പറയാം അല്ലെ, മെറൗഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ഡ്രൈവ് ടു ദി വാൾ. ഓക്കെ, ഡ്രൈവ് ടു ദി വാൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അനോയ് ചെയ്യുക അല്ലെ, ഇറിറ്റേറ്റ് ചെയ്യുക. നമ്മൾ എന്താ വോളിലേക്ക് ഡ്രൈവ് ചെയ്ത് കയറ്റി, ഇപ്പൊ ആരുടെയെങ്കിലും ഒക്കെ വോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുക, അനോയ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഡ്രൈവ് ടു ദി വാൾ എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് അല്ലെങ്കിൽ അനോയ്. അടുത്തത് എ സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. ഓക്കെ, എ സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. അതിനെന്താ പറയാ? ആരെങ്കിലും പറയാവോ? എന്താ പറയുന്നത്? പെഡാന്റിക് ആണല്ലേ, പെഡാന്റിക്. എന്താണ് പറയുന്നത്? പെഡാന്റിക് കേട്ടോ, പെഡാന്റിക്. ഓക്കെ, വെർബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ കേട്ടോ, വെർബോസ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് വെർബൊക്കെ നമ്മുടെ ഭാഷയിൽ ഉണ്ടാവും എന്നൊക്കെ ഓർക്കാം. അപ്പൊ വെർബോസ് എന്ന് പറഞ്ഞാൽ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളെയാണ് വെർബോസ് എന്ന് പറയാ. പോംബസ് എന്ന് പറഞ്ഞാൽ ആ പോ വെച്ചിട്ട് തന്നെ ഓർക്കാം, പൊങ്ങച്ചം അല്ലെ, പൊങ്ങച്ചാണ് പോംബസ്. ബോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈക്കോഫെന്റ് എന്നൊക്കെ പറയും, ഫ്ലാറ്റർ എന്നൊക്കെ പറയും അല്ലെ, അതാണ് പോംബസ്. ഇനി ഒർണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒർണേറ്റ്. ഒർണേറ്റ് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക. ഒർണേറ്റ്, ഡെക്കറേറ്റ് എന്ന് വേണമെങ്കിൽ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ ഓർക്കുക അല്ലെ. അപ്പൊ ഓർണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെക്കറേറ്റ്, ഡെക്കറേറ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് എല്ലാം ഞാൻ ഇവിടെ എഴുതണില്ല, നമ്മൾ ഓരോ ദിവസവും ഇതിന്റെ ഓപ്ഷൻസ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ തന്നെ അറിയാണ്ട് പഠിച്ചു പോക്കോളും കേട്ടോ. സ്റ്റൈൽ ഇൻ വിച്ച് റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. എന്താ പറയുന്നത്? പെഡാന്റിക്, പെഡാന്റിക് കേട്ടോ. ഇനി അടുത്തത് വൺ ഹൂ പൊസസസ് മെനി ടാലൻസ്. ഒരുപാട് കഴിവുകളുള്ള ഒരാളെ എന്താണ് പറയാ? ഒരുപാട് കഴിവുകളുള്ള ഒരാളെ നമ്മൾ പറയുന്നത് വെർസറ്റൈൽ എന്ന് പറയും. എന്താ പറയുന്ന? വെർസറ്റൈൽ. ഓക്കെ, വെർസറ്റൈൽ. ഒരുപാട് കഴിവുകളുള്ള ഒരാൾ എന്താ പറയാ? വെർസറ്റൈൽ. ഓക്കെ, ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെയാണ് ഹീസ് എ ഗിഫ്റ്റഡ് പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയും. ബൈ ബർത്ത് കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഒരുപാട് കഴിവുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ടാലന്റുകളുള്ള ഒരാളെ പറയുന്നത് വെർസറ്റൈൽ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടെൻഡിങ് ടു മൂവ് എവേ ഫ്രം ദി സെന്റർ ഓർ ആക്സിസ്. അതിനെ പറയുന്നത് അല്ലെ, സർക്കുലർ മോഷനിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ഫോഴ്സുകളാണ്, സെൻട്രിഫ്യൂഗലും ഉണ്ട്, സെൻട്രിപെറ്റലും ഉണ്ട് അല്ലെ. സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്ന് ഔട്ട്വേർഡ് ഫോഴ്സ് ആണ്, അതാണ് സെൻട്രിഫ്യൂഗൽ. സെൻട്രിപെറ്റൽ എന്ന് പറഞ്ഞാൽ അകത്തേക്കുള്ള ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീനിലും ഒക്കെ നടക്കുന്ന ഒരു പ്രക്രിയ എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഔട്ട്വേർഡ് ഫോഴ്സ് ആണ് കേട്ടോ, ഔട്ട്വേർഡ് ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ. സെൻട്രിഫ്യൂഗൽ ഓർത്ത് വെക്കണേ. ഇനി അടുത്തത് വൺ ഹൂസ് ഫോണ്ട് ഓഫ് ഫൈറ്റിംഗ്. തല്ലു പിടിക്കാൻ വളരെ ആഗ്രഹമുള്ള ഒരാളെ എന്താ പറയാ? ബെല്ലിക്കോസ് എന്ന് പറയും കേട്ടോ. വൺ ഹൂസ് ഫോണ്ട് ഓഫ് ഫൈറ്റിംഗ്, ബെല്ലിക്കോസ്. ഇപ്പൊ ഫൈറ്റ് ചെയ്ത് ബെല്ലിയിലൊക്കെ ഇടിച്ചു, വയറിലൊക്കെ ഇടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ബെല്ലിക്കോസ് ആണ് കേട്ടോ, ബെല്ലിക്കോസ് ആണ്. സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ വിതൗട്ട് ഷോയിങ് ദെയർ ഫീലിങ്സ് ആണ്, അതായത് അവരുടെ ഫീലിങ്സ് ഒന്നും കാണിക്കാത്ത, ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും ഒന്നും കാണിക്കാത്ത ഒരാളെയാണ് നമ്മൾ സ്റ്റോയിക് എന്ന് പറയാം കേട്ടോ. കിട്ടിയല്ലോ. അപ്പൊ അഞ്ചെണ്ണം ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ പറഞ്ഞേ? ഡ്രൈവ് ടു ദി വാൾ എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനോയ് ചെയ്യുക. പിന്നെ സ്റ്റൈൽ ഇൻ വിച്ച് റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളേജ്. പെഡാന്റിക്. വെർബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആള്. പോംബസ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയാ. ബോസ്റ്റ് ചെയ്യുക, ഫ്ലാറ്ററർ, സൈക്കോഫെന്റ് എന്നൊക്കെ നമ്മൾ പറയും. ഒർണേറ്റ് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക അല്ലെ. വൺ ഹൂ പൊസസസ് മെനി ടാലൻസ് എന്താണ്? വെർസറ്റൈൽ എന്ന് പറയും അല്ലെ, വെർസറ്റൈൽ. പിന്നെ ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് കിട്ടുന്ന കഴിവുകളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് എന്നൊക്കെ പറയാ. പിന്നെ ടെൻഡിങ് ടു മൂവ് അവേ ഫ്രം ദി സെന്റർ ഓർ ആക്സിസ് ദാറ്റ് ഇസ് നോൺ ആസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇൻവേർഡ് ഫോഴ്സ് ആണെങ്കിൽ സെൻട്രിപെറ്റൽ ആണ് കേട്ടോ. ഔട്ട്വേർഡ് ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ആണ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ. ഓക്കെ, ഇനി വൺ ഹൂസ് ഫോണ്ട് ഓഫ് ഫൈറ്റിംഗ് ഈസ് നോൺ ആസ് ബെല്ലിക്കോസ് അല്ലെ, ബെല്ലിക്കോസ്. സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ വിത്തൗട്ട് ഷോയിങ് ദെയർ ഫീലിങ്സ്, അല്ലെങ്കിൽ കംപ്ലൈനിങ്, ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും അവർ അത് കാണിക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റോയിക് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ 15 ക്വസ്റ്റ്യൻസ്
ഡിസ്കസ് ചെയ്തു. ഇതിന്റെ PDF നോട്ട്സ് ഞാൻ കൊടുത്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ശ്രുതി എന്നാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്ത് വേഗം വേഗം പോവാം. ഡെയിലി നമ്മുടെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.